ഈ ചൈതന്യ സനാതനം ആദിലീല അധ്യായം 8 ഒരു പുതിയൊരു അധ്യായമാണ് വായിച്ചുകൊണ്ട് കാണുന്നത്. ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു എന്ന അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. 8-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ സനാതനം ആദിലീല 8-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകം. यदि वा तार्किक कहे तर्क से प्रमाणा तर्कशास्त्रे सिद्ध ये से സേവ്യമാന. വിവർത്തനം. ശബ്ദാർത്ഥം. യതി എങ്കിൽ, വ അല്ലെങ്കിൽ, താർക്കിക തർക്കശാസ്ത്ര നിപുണൻ, കഹേ പറയുന്നു, തർക്കശാസ്ത്രം, സേ അത്, പ്രമാണ തെളിവ്, തർക്കശാസ്ത്രത്തിൽ, സിദ്ധ സ്വീകരിച്ച്, ഏയ് എന്തെല്ലാം, സേയ് അത്, സേവ്യമാന ആരാധ്യമാകുന്നു. വിവർത്തനം. താർക്കികന്മാർ ചോദിക്കുന്നു, യുക്തിയിലൂടെയും വാദത്തിലൂടെയും അറിവ് നേടാതെ ഒരു ദേവൻ ആരാധ്യനാണെന്ന് എങ്ങനെ തീരുമാനിക്കാനാകും? ഭാവാർത്ഥമില്ലാത്തതും അടുത്ത ശ്ലോകത്തിലോട്ട് കടക്കാം. ശ്ലോകം 15. ശ്രീകൃഷ്ണ ചൈതന്യദയ കരഹ വിചാര കരീതെ ചിത്തെ പാപേ ചമത്കാര. ശ്രീകൃഷ്ണ ചൈതന്യദയ കരഹ വിചാര കരീതെ ചിത്തെ പാപേ ചമത്കാര. ശ്രീകൃഷ്ണ ചൈതന്യദയ കരഹ വിചാര കരീതെ ചിത്തെ പാപേ ചമത്കാര. ശബ്ദാർത്ഥം. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, ദയ കാരുണ്യം, കരഹ ഇടുക, പരിഗണന, അത്തര പരിഗണനകൾ ഉണ്ടാകുമ്പോൾ, കരിതെ ചെയ്താൽ, ചിത്തെ ഹൃദയത്തിൽ, പാപേ ലഭിക്കും, ചമത്കാര വിസ്മയം. വിവർത്തനം. ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദവേ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. നിങ്ങൾക്ക് തർക്കത്തിലും ന്യായത്തിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി അത് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെ നിരൂപിക്കാൻ ഉപയോഗപ്പെടുത്തുക. അപ്രകാരം ചെയ്താൽ അവിടുത്തെ കാരുണ്യം എത്രമാത്രം അത്ഭുതാവഹമാണെന്ന് കണ്ടറിയാൻ കഴിയും. ഭാവാർത്ഥം. സാധാരണ ജനങ്ങളുടെ ജീവിത സങ്കല്പങ്ങൾ സങ്കുചിതമായതിനാൽ അവർ വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും, പക്ഷേ ശ്രീചൈതന്യ മഹാപ്രഭു ആരംഭം കുറിച്ച ലോകോപകാര പ്രവർത്തനങ്ങൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നും ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. തർക്കശാസ്ത്രത്തിലൂടെയും യുക്തിയിലൂടെയും തെളിയിക്കപ്പെടുന്നവയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന യുക്തിവാദികൾ യുക്തിയും കാരണവുമില്ലാതെ പരമസത്യത്തെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. നിർഭാഗ്യവശാൽ ശ്രീധര മഹാപ്രഭുവിന്റെ കാരണമില്ലാതെ ഈ മാർഗം സ്വീകരിക്കുന്ന തർക്കശാസ്ത്ര നിപുണർ ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗതി നേടാതെ തർക്കശാസ്ത്രത്തിന്റെയും വാദത്തിന്റെയും തലത്തിൽ തുടരുന്നു. അടിസ്ഥാനപരമായ ആധ്യാത്മിക സത്തയെക്കുറിച്ച് അറിയുവാനായി വാദവും യുക്തിയും പ്രയോഗിക്കാൻ മതിയായ വിവേകമുണ്ടെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള അല്പജ്ഞാനം അപൂർണമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപിക്കാനാകാത്ത പരമസത്യത്തെ ഗ്രഹിക്കുന്നതിന് സഹായകമാവില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ മഹാഭാരതം പറയുന്നു, അചിന്ത്യ ധലൗ യോ ഭാവന താംസ്തർക്കേന യോജേത്. മഹാഭാരതം ഭീഷ്മപർവം 5:22. ഭാവനയ്ക്കും ഭൗതിക ജീവികളുടെ ഇന്ദ്രിയപരമായ അനുമാനങ്ങൾക്കും അതീതമായതിനെ കേവലം യുക്തി കൊണ്ട് എങ്ങനെയാണ് സമീപിക്കാൻ സാധിക്കുക? തർക്കന്യായങ്ങൾക്ക് ആത്മീയ ഫലമില്ല. മാത്രമല്ല, ആത്മീയ ജ്ഞാനാർജനത്തിനായി പ്രയോഗിച്ചാൽ അവ അപൂർണവുമാണ്. ഭൗതിക യുക്തിയെ മുൻനിർത്തി നോക്കുമ്പോൾ പലപ്പോഴും പരമസത്യത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണയിൽ എത്തിച്ചേരുകയും അത്തരമൊരു നിഗമനത്തിന്റെ ഫലമായി ഒരുവൻ കുരുനറിയുടെ പോലെയുള്ള ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയും ചെയ്തേക്കാം. എന്നിരുന്നാലും ശ്രീചൈതന്യ മഹാപ്രഭു തത്വശാസ്ത്രം യുക്തിയിലൂടെയും വാദത്തിലൂടെയും മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ജിജ്ഞാസയുള്ളവർ സ്വീകാര്യരാണ്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അവരെ ഇങ്ങനെ സംബോധന ചെയ്യുന്നു, ദയവായി ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ
നിങ്ങളുടെ നിർണായക പരീക്ഷയ്ക്ക് വിധേയമാക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു തർക്ക നിപുണനാണെങ്കിൽ ചൈതന്യം ഭഗവാനേക്കാൾ കാരുണ്യവാനായ ഒരു വ്യക്തിത്വം ഇല്ലെന്ന് ശരിയായ തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരും. താർക്കികർ ജീവകാരുണ്യപരമായ മറ്റു പ്രവൃത്തികളുടെ ഫലങ്ങളെ ചൈതന്യ ചൈതന്യ ഭഗവാന്റെ കാരുണ്യ പ്രവൃത്തികളോട് താരതമ്യം ചെയ്യട്ടെ. അവരുടെ വിധി നിഷ്പക്ഷമാണെന്ന് ആണെങ്കിൽ ജീവകാരുണ്യപരമായ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങളെ മറികടക്കാൻ കഴിയില്ലെന്നില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ശാരീരിക അടിസ്ഥാനത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒഴുകുന്നത്. പക്ഷേ ഭഗവത്ഗീത 2:18 നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ശരീരം അന്തിമമായി നാശത്തിന് വിഷയീഭവിക്കുന്നു, എന്നാൽ ജീവാത്മാവ് ശാശ്വതനാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളെല്ലാം ശാശ്വതമായ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരുവൻ ശരീരത്തിൽ പ്രയോജനത്തിനായി എത്ര തന്നെ പരിശ്രമിച്ചാലും അത് അവസാനം നശിക്കും. ഇപ്പോഴത്തെ പ്രവൃത്തികൾക്കനുസരിച്ച് അവന് പിന്നീട് മറ്റൊരു ശരീരം സ്വീകരിക്കുകയും വേണം. ദേഹാന്തര പ്രാപ്തിയുടെ ഈ ശാസ്ത്രം അറിയാതെ ശരീരത്തെ എല്ലാമായി കണക്കാക്കുന്ന ഒരുവന്റെ ബുദ്ധി വേണ്ടത്ര വികസിച്ചതല്ല. ശരീരത്തിന്റെ ആവശ്യങ്ങളെ അവഗണിക്കാതെ മനുഷ്യവർഗത്തിന്റെ അസ്തിത്വപരമായ അവസ്ഥ പരിശുദ്ധീകരിക്കാൻ വേണ്ടുന്ന ആധ്യാത്മിക പുരോഗതി മഹാപ്രഭു നമുക്ക് പകർന്നു നൽകി. അതുകൊണ്ട് ഒരു താർക്കികൻ നിഷ്പക്ഷമായി വിധിക്കുന്ന പക്ഷം ശ്രീ ചൈതന്യ മഹാപ്രഭു അവതാരമാണെന്ന്, ഏറ്റവും ഉദാരമതിയായ അവതാരമാണെന്ന് നിശ്ചയമായും കണ്ടെത്തും. അവിടുന്ന് ഭഗവാൻ കൃഷ്ണനേക്കാൾ മഹാമനസ്കനാണ്. തന്നെ ശരണം പ്രാപിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവിടുന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനേക്കാളും മഹാമനസ്കതയോടെ ഭഗവത് പ്രേമം വിതരണം ചെയ്തില്ല. അതിനാൽ ശ്രീല രൂപഗോസ്വാമി നമോ മഹാവതാന്യായ കൃഷ്ണപ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നെ ഗൗരതിഷേ നമഃ എന്നീ വാക്കുകളാൽ അവിടുത്തേക്ക് ആദരപ്രണാമങ്ങൾ അർപ്പിച്ചു. അവിടുത്തെ യഥാരൂപത്തിൽ അറിയുന്നതിന് കൃഷ്ണൻ ഭഗവത്ഗീത നൽകി. പക്ഷെ കൃഷ്ണൻ തന്നെയായ ശ്രീ ചൈതന്യ മഹാപ്രഭു ജനങ്ങൾക്ക് വിവേചനം കൂടാതെ കൃഷ്ണപ്രേമം നൽകി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീധപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗുണാതാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സനലിതൻ ശീലതാഭിഷാകാൻ വിതാംശ്ച വിഷ്ണുപാദായ കൃഷ്ണപുരേഷ്ഠായ ഭൂതലെ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 8-ാം അധ്യായത്തിലെ 14-ാമത്തെയും 15-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കണ്ടു ആക്ച്വലി ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിന് 1-2 ശ്ലോകങ്ങൾ കാണാൻ സാധിച്ചു അല്ലെ. അപ്പം അതിൽ നമുക്ക് അറിയാൻ സാധിച്ചു ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എന്താണെന്നും ഒരു വ്യക്തി ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് എത്രത്തോളം സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലാണെങ്കിൽ കൂടി അദ്ദേഹം ശരിക്കും ഒരു അസുരനായി കരുതണം എന്നൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് പരിമിതമാണ്. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ്, അപരിമിതമായ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയെ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ നമ്മൾ പറയുന്നതാണ്, ശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശബ്ദ പ്രമാണം അല്ലെ, നമ്മൾ ശബ്ദം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അല്ലെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്മൾ 4 പരമ്പരകളുണ്ട് അല്ലെ. ആ പരമ്പരയിലൂടെ വരുന്ന ആ ശബ്ദത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ അങ്ങനെ വരുന്ന പരമ്പരയിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് ബുദ്ധിശക്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്.
അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഷീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു കുട്ടി വന്നിട്ട് തന്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ കഴിവ് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ അച്ഛനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. എത്രയോ ആണുങ്ങളുണ്ട് ലോകത്തിൽ. അപ്പൊ ആരാണ് അച്ഛൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഓരോ വ്യക്തികളുടെ DNA ടെസ്റ്റ് എടുത്ത് നമുക്ക് ചെയ്ത് ക്രോമോസോം ഇതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇല്ല, അത് പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യുക? അമ്മയെ അപ്രോച്ച് ചെയ്യുക. അമ്മയ്ക്ക് അറിയാം ആരാണ് അച്ഛൻ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മള് നമ്മൾ നോക്കാൻ ഭഗവാനെ മനസ്സിലാക്കുന്നത് നമ്മൾ അമ്മയാവുന്ന ശാസ്ത്രത്തിലൂടെ മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം അപേക്ഷിക്കുന്നു. എന്ത് പറയുന്നു? അല്ലയോ മനുഷ്യരെ, കുതർക്കങ്ങൾ ഉപേക്ഷിച്ച് ദയവായി മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഭജിക്കൂ അല്ലേ അദ്ദേഹം പറയാം, അല്ലെ? കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ താർക്കികന്മാരെ വ്യക്തികൾ എന്ത് പറയുന്നു? അവര് ഇപ്പൊ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുകയാണെങ്കിൽ കൂടി അവര് അവരുടെ സമയം പാഴാക്കാണ് ചെയ്യുന്നത്, അല്ലെ? നമുക്കറിയാം, നമുക്ക് ഈ ഒരു നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് കിടക്കാണ്. വെള്ളത്തിൽ വീണ് കിടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കൈ തരാണ്, കൈ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ എന്റെ കൈ പിടിച്ചോണ്ട് കരയിലോട്ട് വരൂ എന്ന് പറയുന്ന സമയത്ത്, അപ്പൊ അവിടെ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഈ വെള്ളത്തിൽ വീണു, അത് എനിക്ക് കണ്ടുപിടിക്കണം, ഞാൻ എങ്ങനെ വെള്ളത്തിൽ വീണു, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തി മുങ്ങിച്ചാവുകയുള്ളൂ. പക്ഷെ അതിനു പകരം കൈ തരുന്ന വ്യക്തിയിൽ നിന്ന് കൈ പിടിച്ച് മുകളിൽ കയറിയ ശേഷം പിന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആചാര്യന്മാരും സന്യാസിപരിമാരൊക്കെ നമുക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളും നല്ലത് ഓൾറെഡി ശാസ്ത്രങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കി എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. കാരണം ഇതിൽ പറയുന്നു, അല്ലെ? കഴിഞ്ഞ ഒരു ശ്ലോകത്തിന് മുമ്പത്തെ ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ടും അതിൽ പറയുന്നുണ്ട്, ആഹ് ഒരു വ്യക്തിക്ക് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യമില്ലാതെ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അവരുടെ കാരുണ്യത്തിലൂടെ മാത്രമാണ് നമുക്ക് ശ്രീ രാധാകൃഷ്ണന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ആരാധിക്കാതെ നമ്മൾ പല രീതിയിൽ ഊഹാപോഹങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം നമ്മൾ ജസ്റ്റ് സമയം പാഴാക്കുക അല്ലാതെ വേറെ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതില് നമുക്കറിയാം, ഇന്നത്തെ ശ്ലോകത്തിൽ വന്നു, നമ്മൾ 8:14 പറയുന്നു, താർക്കികന്മാർ ചോദിക്കുന്നു, യുക്തിയിലൂടെയും വാദത്തിലൂടെയും അറിവ് നേടാതെ ഒരു ദേവൻ ആരാധ്യനാണെന്ന് എങ്ങനെ തീരുമാനിക്കാനാകും എന്നാണ് അവർ ചോദിക്കുന്നത് അതില്. അപ്പം നമുക്ക് എല്ലാം യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മൾ യുക്തി വാദവും അനുസരിച്ച് നമ്മൾ പല പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ചില കാര്യങ്ങൾ, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യുക്തിക്കും വാദത്തിനും അപ്പുറത്താണ്. എല്ലാം നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. എത്രയോ കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ല. പക്ഷെ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യുക്തിക്ക് മുകളിലുള്ള കാര്യങ്ങളാണ്. അതിൽ എങ്ങനെയോ നമുക്ക് ഇലക്ട്രോണിക് ചിപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൊബൈൽ ഫോണിന് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ യുക്തിവാദം അനുസരിച്ച് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ആത്മീയപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിനും ഈ ഭൗതികപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ യുക്തിക്ക് വാദങ്ങൾക്ക് അപ്പുറത്താണ്. നമുക്ക് എല്ലാം നമ്മുടെ ബുദ്ധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കാം? അപ്പൊ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്തുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയാലേ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് വെറും മണ്ടത്തരം മാത്രമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ആത്മീയതയെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. കാരണം ശ്രീല പ്രഭുപാദ് ഒരിക്കലും ഇതിനെ ബ്ലൈൻഡ് ഫോളോയിങ് അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള വിശ്വാസം എടുക്കാൻ പറയുന്നില്ല. എന്ത് ചെയ്യാം? നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് അതിനെ ഒരു പരിധി വരയ്ക്കും നമുക്ക് ലോജിക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിനെ പരിശീലിക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ എസെൻസ് അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമല്ല. നമ്മൾ എന്താണോ കേൾക്കുന്നത്, ശാസ്ത്രങ്ങൾ വായിക്കുന്നത്, അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ സയൻസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി ഒരു സയൻസ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് പറഞ്ഞ ശേഷമാണ് ഇതില് ഈ ഇന്നത്തെ വിവർത്തനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് തർക്കത്തിലും ന്യായത്തിലും താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി അത് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെ നിരൂപിക്കാൻ ഉപയോഗപ്പെടുത്തുക. അപ്രകാരം ചെയ്താൽ അവിടുത്തെ കാരുണ്യം എത്രമാത്രം അത്ഭുതാമഹമാണെന്ന് കണ്ടറിയാൻ കഴിയും. അപ്പൊ അതിന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയാണ്, അല്ലെ?
നമുക്ക് അങ്ങനത്തെ വ്യക്തികൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ തർക്കത്തിലും ന്യായത്തിലും താല്പര്യം ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തി ചെയ്യേണ്ട കാര്യം എന്താണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എങ്ങനെയാണെന്ന് നമ്മൾ നിരൂപിക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാപ്രഭുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് എത്രയോ ഈ തർക്കത്തിനും വാദത്തിനൊക്കെ അപ്പുറത്താണ്. അത്രയും കാരുണ്യവാനാണ് ചൈതന്യ മഹാപ്രഭുവുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ വിവർത്തനത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദ് അതിനെ നമുക്ക് മനസ്സിലാക്കി തരാണ് അല്ലെ. അപ്പം നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി അല്ലെങ്കിൽ സങ്കല്പങ്ങൾ വളരെ ആയതുകൊണ്ട് അവർ പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കും അല്ലെ. അവർ പറയും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പാർപ്പിടം വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലൊക്കെ അവർ പറയും. അപ്പൊ അതൊക്കെ എന്താണ്? ശരീരം ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ കൂടി 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് 6-8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിശക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ എത്ര ആരും ഒരു വ്യക്തി അങ്ങനെ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോണ്ട് എല്ലാം ആയോ? അദ്ദേഹത്തിന് വിഷമങ്ങളും മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആയോ? അതുമില്ല. അപ്പൊ അതും നമുക്ക് താൽക്കാലികമാണ്. അപ്പൊ അല്ല ഒരു വ്യക്തിക്ക് നമ്മളൊരു പാർപ്പിടം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും കെട്ടിക്കൊടുത്തോണ്ടായില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അല്ല നമ്മളൊരു വ്യക്തിക്ക് ഒരു വിദ്യ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭൗതികമായിട്ട് ഒരു വിദ്യ കൊടുത്താലും എല്ലാം ആയില്ല. കാരണം എന്താണ്? ഇതൊക്കെ ശരീരം ആസ്പദമാക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ആത്മാവിന് വേണ്ടി എന്ത് കല്യാണമാണ് നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതിലൂടെ ആ ഒരു വ്യക്തിക്ക് ഈ വന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ, ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് എങ്ങനെ പുറത്തോട്ട് വരാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിദ്യയാണ് ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് ശരിക്കും ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കൊടുക്കുന്നത്. ബാക്കി എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും അതൊക്കെ ഈ ശരീരം നഷ്ടപ്പെടുന്ന സമയത്ത് ഇതൊക്കെ വിട്ടുപോകും അല്ലെ. നമ്മൾ ശരീരത്തിനോട് നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഈ വിദ്യയോ അല്ലെങ്കിൽ നമ്മൾ ഈ ബാങ്ക് ബാലൻസോ നമ്മുടെ ജോലിയോ ഇതൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകണം. ഒരു കാര്യം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിയെ ശരിയായിട്ട് ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല പറയുന്നത്. പക്ഷെ എന്താണോ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് നെസസിറ്റീസ് എന്താണോ ശരീരത്തിന് ആവശ്യമുള്ളത് അത്രയും മാത്രം നമ്മൾ ചെയ്യുക. കാരണം കൂടുതലായിട്ട് ശരീര ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഭൗതിക ആസക്തിയിൽ കുടുങ്ങിപ്പോകുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ. ഭഗവത് പ്രേമം എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന കാര്യത്തിന് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ അതിലോട്ട് എത്തുകയുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ തർക്കശാസ്ത്രത്തിലൂടെയും യുക്തിയിലൂടെയും മാത്രമേ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുന്നത് ആക്ച്വലി അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമ്മുടെ തർക്കശാസ്ത്രവും യുക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് തർക്കത്തിന് അതിനൊക്കെ അപ്പുറത്താണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ് അദ്ദേഹം ഇങ്ങനെ അവതരിച്ച് ഇത്രയും അധമമായിട്ടുള്ള വ്യക്തികൾക്ക് കൂടി ഭഗവാന്റെ കാരുണ്യം കൊടുക്കുന്നത് പറയും. അപ്പൊ അങ്ങനെ ഒരു കാരുണ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ പറയാണ് എനിക്കത് വേണ്ട, എനിക്ക് തർക്കത്തിലൂടെയും ശാസ്ത്രത്തിലൂടെയും മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന വ്യക്തികൾ വിഡ്ഢികൾ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ശരിക്കും നമ്മുടെ തർക്കം അല്ലെങ്കിൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരിക്കലും തർക്കം കൊണ്ട് ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിന് നമുക്കറിയാം, നമുക്ക് ഈവൻ എനിക്ക് തോന്നുന്നത് അത് ഇതിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും അതിനെപ്പറ്റി പറയാറുണ്ട്. ആക്ച്വലി ഈ ശ്ലോകത്തിനെ പറ്റി പറയാറുണ്ട്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിരിക്കുന്ന 6-ാം സ്കന്ധത്തിൽ എന്താണ് അത് വരുന്നത്? ഒരു ശ്ലോകം തർക്കോ പ്രതിഷ്ഠ ശ്രുതിയോ വിഭിന്നം എന്നൊക്കെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആക്ച്വലി. അതായത് നമുക്ക് തർക്കം കൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിൽ പറയുന്നുണ്ട്, ആ ഒരു ശ്ലോകത്തില് പറയുന്നുണ്ട്, അതായത് തർക്കോ പ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന നാശ്വർ ഋഷിർ യസ്യ മതന്ന ഭിന്നം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം മഹാജനോ ഏന ഗതസ്സ പന്ത. അതില് പറയുന്നുണ്ട്. അപ്പൊ അതില് ആക്ച്വലി ഇത് വന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവ് മഹാഭാരതത്തില് മനപർവ്വത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിലും വരുന്നുണ്ട്, ചൈതന്യചരിതത്തിലും വരുന്ന ഒരു ശ്ലോകമാണ്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ശുഷ്കായ നമ്മുടെ തർക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല.
ഇപ്പൊ നമ്മൾ ചിലപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു വ്യക്തികൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തം ആവുന്നില്ല. അങ്ങനെ വ്യത്യാസം ആവുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു മുനിയായിട്ടോ ഒക്കെ നമ്മൾ ചിന്തിക്കും ചില സമയത്തൊക്കെ. അതുപോലെ തന്നെ നമ്മൾ വേദങ്ങൾ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഏതാണ് ശരിയായ പാത എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം വേദങ്ങൾ എന്ന് പറയുന്നത് അത്രയും കിടക്കാണ്. അപ്പൊ അതിൽ പല കാര്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മുടെ ബുദ്ധി കൊണ്ട്. അപ്പം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിയായ തത്വം, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം. അപ്പൊ ശരിയായ തത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് എവിടെയാണ് കിടക്കുന്നത്? അത് ശരിക്കും പൂർണ്ണമായിട്ടും സാക്ഷാത്കാരം കൈവരിച്ച വ്യക്തികളുടെ ഹൃദയത്തിൽ അത് ഒളിഞ്ഞു കിടക്കുകയാണ് ആ സത്യം. അതാണ് പരിപൂർണമായിട്ടും സത്യം. അതായത് പൂർണ്ണമായിട്ടും പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് അതുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മഹാജനന്മാർ എന്ന വ്യക്തികളുടെ പാത നമ്മൾ പിന്തുടരണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. കാരണം അതാണ് നമുക്ക് എളുപ്പം. കാരണം അങ്ങനത്തെ വ്യക്തികൾ ഓൾറെഡി നമുക്കൊരു പാത തെളിയിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ വഴിയിലൂടെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ശാസ്ത്രം വളരെ ധർമ്മസത്വം നിഹിതം ഗുഹായം മഹാജനോ ഏന ഗതസ്സ പന്ഥ. അപ്പൊ നമുക്ക് ഇതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മഹാജനന്മാരുടെ കാലിപ്പാതകളെ നമ്മൾ പിന്തുടരണം എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആത്മീയജ്ഞാനത്തിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ അപൂർണമായതുകൊണ്ട് പൂർണ്ണ ജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈവൻ നമ്മൾ പറയുന്നു മഹാജനന്മാരെ നമ്മൾ പിന്തുടരണം എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പറയുന്നുണ്ട് ആരാണ് മഹാജനന്മാർ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സ്വയംഭൂ നാരദ ശംഭു പ്രഹ്ലാദോ കപിലോ മനു പ്രഹ്ലാദോ ജനവോ ഭീഷ്മ ബലിർ വയ്യാസകി വയം എന്ന് പറയുന്നത് അല്ലെ. ആരാണ് ഈ മഹാജനന്മാർ ഉള്ള കാര്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം മഹാജനന്മാർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും മഹാജനൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ, ആ വ്യക്തികളെയാണ് നമ്മൾ മഹാജനന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 12 മഹാജനന്മാരെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ 12 മഹാജനന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലേ, സ്വയംഭൂ നാരദ ശംഭു അല്ലെ. അപ്പം സ്വയംഭൂ നാരദ ശംഭു അപ്പൊ ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, പിന്നെ 4 കുമാരന്മാർ കപിലം മുനി, മനു, പിന്നെ പ്രഹ്ലാദ മഹാരാജ്, ജനക, ഭീഷ്മ, ബലി മഹാരാജൻ, വയ്യാസക്കി വയം, പിന്നെ വയ്യാസക്കി എന്ന് പറയുന്ന സുഖദേവ് ഗോസ്വാമി, അങ്ങനെ അത്ര പേരെയാണ് ഇതിൽ പറയുന്നത് ആക്ച്വലി വന്നിട്ട്. അപ്പൊ ഇത്രയും പേരാണ് നമ്മൾ മഹാജനന്മാരായിട്ട് പറയുന്നത്. അപ്പൊ മഹാജനന്മാർ എന്ന് പറയുന്ന വ്യക്തികളാണ് ആക്ച്വലി ഭഗവാൻ ഓതറൈസ് ചെയ്ത വ്യക്തികളാണ്. അപ്പൊ അവർക്കാണ് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുക ഭഗവാന്റെ തത്വങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളാണ് അവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ രീതിയിൽ വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ അത് പറയുന്നു. 6-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിലായിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ശ്ലോകത്തിലാണ് അടുത്ത ഇത് വരുന്നത്. നമ്മൾ യമരാജന്മാർ അദ്ദേഹത്തിന്റെ മെസ്സഞ്ചർമാർ അല്ലെ, അനുയായികളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന അതിലാണ് ഇതിൽ പറയുന്നത് ആക്ച്വലി വന്നിട്ടില്ലേ. അപ്പൊ അതിൽ പറയുന്നു സ്വയംഭൂ നാരദ ശംഭു കുമാരോ കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയ്യാസഖിർ വയം ദ്വാദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതാം ബദാഹ മുഖ്യം വിശുദ്ധം ദുർബോധം യം ഞാൻ ജ്ഞാത്വാമൃതം അശ്നുതേ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പം ബ്രഹ്മാവ്, നാരദ മുനി, ശിവൻ, 4 കുമാരന്മാർ, കപില മുനി, ദേവതിയുടെ മകനായ കപില മുനി, സ്വയംഭൂ മനു, പിന്നെ പ്രഹ്ലാദ് മഹാരാജാവും, ജനക, ഭീഷ്മൻ, ബലി മഹാരാജ, ശ്രുതേ ഗോസ്വാമി, പിന്നെ അവസാനം അതിൽ പറയുന്നത് അപ്പൊ ഞാൻ കൂടി ഉണ്ട്. അതിൽ ആരാണ് ഞാൻ എന്ന് പറയുന്നത്? ആരാണ്? യമരാജൻ കൂടി ഇതിൽ വരുന്നു. 12-ാമത്തെ ആളാണ്. അദ്ദേഹമാണ് ഈ ശ്ലോകം പറയുന്നത്. അവർക്കാണ് ശരിയായ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ധർമ്മം എന്ന് പറയുന്നതാണ് ശരിക്കും അത് ഭാഗവത ധർമ്മമാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് നമ്മൾ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിലുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാനുള്ള ധർമ്മം, അതാണ് ശരിക്കുമായിട്ടുള്ള ഈ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഈ ധർമ്മം എന്ന് പറയുന്നത്. അത് 3 ഗുണങ്ങളാൽ ഒരിക്കലും കലുഷിതമല്ല എന്ന കാര്യമാണ്. അത് വളരെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേ സമയത്ത് അത് സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേ സമയത്ത് എന്തെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് ഒരു വ്യക്തി അതിനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അദ്ദേഹത്തിന് മോക്ഷം നേടി തിരിച്ച് അദ്ദേഹത്തിന് ഭഗവത്ധാമത്തിലോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തർക്കം കൊണ്ട് ഒരിക്കലും ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ശാസ്ത്രങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, നിങ്ങളുടെ ഈ ഒരു ഊഹാപോഹങ്ങളും ബുദ്ധിശക്തിയും തർക്കമൊക്കെ മാറ്റിവെച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന് എടുക്കും. നമുക്ക് കാരുണ്യം തരാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എടുക്കുന്ന ഒരു വ്യക്തിക്ക്, പരിപൂർണമായിട്ട് ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളെ എത്രയോ എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ തപശ്ചര്യ അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ യുക്തികൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമുക്ക് പല പല ശ്ലോകങ്ങൾ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭഗവാൻ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈവൻ നമുക്കറിയാം, ബ്രഹ്മസംഹിതയിൽ കൂടി ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആക്ച്വലി അല്ലേ. അപ്പൊ അതിലും അത് പറയുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പന്താസ്തു കൂടി ശതവത്സര സംപ്രഗമ്യോ വായുരഥാവി മനസ്സോ മുനിപുങ്കവാനോ സോപ്യസ്തി യത് പ്രഭത സിംന്യ അഭിചിന്ത തത്വൈ ഗോവിന്ദം ആദി പുരുഷം തമഹം ഭജാമി. അതിൽ പറയുന്നു, ഒരു 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 ബദ്ധാത്മാവ്, അദ്ദേഹം ഭഗവാൻ പരമദിവ്യ പുരുഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോടാനുകോടി വർഷങ്ങൾ അദ്ദേഹത്തിന്റെ മാനസിക ഊഹാഭോഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് മാനസിക ഊഹാഭോഗം എന്ന് പറയുന്നത്, ഈവൺ ഇഫ് അത് ആ ഒരു ഊഹാഭോഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ കൂടി, അല്ലെങ്കിൽ ഒരു കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ കൂടി, അങ്ങനെ ഇരുന്നാൽ കൂടി ആ വ്യക്തിക്ക് ഒരിക്കലും ഈ പരമസത്യത്തിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? കാരണം ഒരിക്കലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭഗവാനെ അളന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ നീളവും വീതി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഭഗവാൻ അത്രയും വലിപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് ഒരിക്കലും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ബ്രഹ്മസംഹിതയിലും പറയുന്നത്. അപ്പൊ അത്രയും ഉയർന്ന ഒരു വ്യക്തിക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ നമുക്ക് ഭഗവാന്റെയും ഭക്തന്മാരുടെയും കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ആക്ച്വലി ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ അതുകൊണ്ടാണ് ഗുരുകൃഷ്ണ പ്രസാദമായ ഭക്തിലതാ ബീച്ച് അല്ലെ, നമ്മൾ പറയും ബ്രഹ്മാണ്ഡ ബ്രഹ്മിതേ കോന ഭാഗ്യവാന ജീവ് ഗുരുകൃഷ്ണ കൃപായ ഭക്തിലതാ ബീച്ച്. അപ്പം ബ്രഹ്മാണ്ഡത്തിൽ ആക്ച്വലി റിയലി ഫോർച്ചുനേറ്റ്, ശരിയായ ഭാഗ്യവാൻ എന്ന് പറയുന്ന ആരാണ്? ആ ഭാഗ്യവാന ജീവൻ എന്ന് പറയുന്ന ആരാണ്? ഒരുപാട് നമ്മൾ പണം ഉണ്ടാക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണോ? അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തി നേടിയ വ്യക്തിയാണോ? അല്ല. ആരാണ്? ഗുരുകൃഷ്ണ കൃപായ ഭക്തിലതാ ബീജം. ഏതൊരു വ്യക്തിക്കാണ് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭക്തിലതാ ബീജം, ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ട് കിട്ടുന്ന ഭക്തിലതാ ബീജം ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലാണോ പ്രതിഷ്ഠിക്കുന്നത്, ആ ഒരു വ്യക്തിക്കാണ് അദ്ദേഹമാണ് റിയലി ഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ബ്രഹ്മദേവൻ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി, ബ്രഹ്മദേവന്റെ പ്രാർത്ഥനകളും പറയുന്നുണ്ട് ആക്ച്വലി വന്നിട്ട്, ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ ആക്ച്വലി അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആകെ വഴി എന്താണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ആകെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നതാണ് ആത്മാർത്ഥതയാണ്. ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പൂർണ്ണമായിട്ടും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള ശാസ്ത്രത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മള് ശ്രീല രൂപഗോസ്വാമി ആ പ്രാർത്ഥന സമർപ്പിച്ചത് അല്ലേ, നമോ മഹാധാന്യായ കൃഷ്ണ പ്രേമ പ്രദായന കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമന ഗൗരദിശ നമഹ അല്ലെ, ആ പ്രാർത്ഥന സമർപ്പിക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് എന്താണ് കാരണം ഇത്രയും കാലങ്ങൾ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള അവതാരം എന്ന് പറയുന്ന ആരാണ്? ചൈതന്യ മഹാപ്രഭു ആണ്. കാരണം എന്താണ്? അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് കമാൻഡ് ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്, സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണപ്രജ അല്ലെ. ആദ്യം നിങ്ങൾ എന്നിൽ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കൂ. അങ്ങനെ പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ മോക്ഷം തരാം എന്നുള്ള ഭഗവാൻ പറയുന്നു. പക്ഷെ ഭഗവാൻ പറയുന്നതാണ്, ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒന്നും പറയുന്നില്ല അല്ലെ. നിങ്ങൾ എന്താണ് എവിടെ ഇരുന്നാലും ഏതൊരു അവസ്ഥയിൽ ഇരുന്നാലും നിങ്ങൾ എന്താ ചെയ്യണം? ഭഗവാനെ പറ്റി തിരുനാമങ്ങൾ ജപിക്കുകയുള്ള കാര്യമാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മഹാപ്രഭുവിന് അത്രയും
കാരുണ്യമായിട്ടുള്ള അവതാരമായിട്ട് പറയുന്നത്. നമോ മഹാവതാനെ കൃഷ്ണപ്രേമ പ്രദായത്തെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരദിശേ നമഃ. അപ്പൊ അത്രയും മഹാവതാന്യായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് രൂപഗോസ്വാമി അങ്ങനെ ഒരു പ്രാർത്ഥന സമർപ്പിച്ചത്. കാരണം അത്രയും കാരുണ്യം തരുന്ന ഒരു അവതാരം ഇനി ആരുമേ ഉണ്ടാവില്ല ഈ ലോകത്തിൽ തന്നെ. കാരണം അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ ഔദാര്യമായ അവതാരം അല്ലെങ്കിൽ കാരുണ്യമായിട്ടുള്ള അവതാരമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ അങ്ങനെ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ചൈതന്യ മഹാപ്രഭുയുടെ കാരണമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് കൃഷ്ണനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ആത്മീയപരമായിട്ടുള്ള ജ്ഞാനത്തിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെ ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഇല്ലാതെ ശരീരം ആസ്പദമാക്കിയിട്ട് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും സാധ്യമല്ല എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. പിന്നെ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ടും ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എന്ന് പറയുന്നതാണ്. മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹം ഈ ഹരേ കൃഷ്ണ മന്ത്രം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ആ കാരുണ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആ ഹരേ കൃഷ്ണ മന്ത്രത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഈ മഹാമന്ത്രത്തിനെ ആത്മാർത്ഥമായിട്ടും അപരാധമില്ലാതെ ജപിക്കുകയും അതേസമയത്ത് അത് ജപിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഏതൊരു മൂഡോടെയാണ് നമ്മൾ ജപിക്കേണ്ടത്? അത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. സ്നാദബി സുനീചേന തരോരബി സഹിഷ്ണുന അമാനീന മാനദേന കൃഷ്ണ കീർത്തനീയ സദാഹരി. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് പൂർണ്ണമായിട്ടും ഈ നാമത്തിന് ആശ്രയിക്കാൻ സാധിക്കുക. അപ്പൊ ചൈതന്യമാക്കളുടെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹം നമുക്ക് നാമജപം തന്നിരിക്കുകയാണ്. ആ നാമജപം ജപിക്കാനുള്ള കാര്യം കൂടി തന്നിരിക്കുകയാണ്. അപ്പൊ ചൈതന്യമാക്കളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരുപാട് വലിയ വലിയ ബുക്കുകളോ ഗ്രന്ഥങ്ങളോ ഒന്നും എഴുതിയില്ല. അദ്ദേഹം നമുക്ക് തന്ന ഈ ശിക്ഷാഷ്ടകം എന്ന് പറയുന്ന അഷ്ടകം മാത്രമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ആ ശിക്ഷാഷ്ടകം എന്ന് പറഞ്ഞ അഷ്ടകത്തിൽ ഒരു ജീവാത്മാവിനെ എങ്ങനെ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കുമെന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ടും ആ എട്ട് പദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ആ ശിക്ഷാഷ്ടകത്തിലെ ഈ നമ്മൾ പറഞ്ഞ ഈ ത്രിനാഥപി സുനീചേന എന്ന ആ ഒരു മൂഡ് അതിനെ മനസ്സിലാക്കി ഭക്തിസേനത്തിൽ നിരതനാകുന്ന ആ ഒരു വ്യക്തിക്ക് പരിപൂർണമായിട്ടും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേടാൻ സാധിക്കും അല്ലെ? കാരണം എന്താണ് അതിൽ പറയുന്നു? ഒരു വ്യക്തി ചിന്തിക്കണം താൻ ഒരു തൃണത്തിനേക്കാളും താഴെയുള്ള ചിന്തയോടെ ആയിരിക്കണം ആ വ്യക്തി പ്രവർത്തിക്കേണ്ടത്. ആ മൂടോടെ ആയിരിക്കണം ഒരു വ്യക്തി ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യേണ്ടത്. അതേ സമയത്ത് എന്ത് ചിന്തിക്കണം? അപ്പൊ എല്ലാ നമ്മൾ വിദ്യാഭിമാനങ്ങളും കൈവിടുകയും അന്യർക്ക് എല്ലാ ആദരങ്ങളും നൽകാൻ തയ്യാറാവുകയും ചെയ്യണം ഒരു വ്യക്തി. അപ്പൊ അതേ സമയത്ത് ഒരു വ്യക്തി ഒരു വൃക്ഷത്തെക്കാൾ സഹിഷ്ണുവാൻ ശ്രമിക്കണം അല്ലെ? അത്തരമൊരു മാനസികാവസ്ഥയിലാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ദിവ്യനാമങ്ങൾ ജപിക്കാൻ സാധിക്കുക. കാരണം നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കാനുള്ള കാര്യമാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ എളിമത്തോടുള്ള ഒരു വ്യക്തിയും എത്രത്തോളം നമുക്ക് സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയാവുന്ന അത്രത്തോളം നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എളിമത്വമാണ് ഒരു വ്യക്തിക്ക് വേണ്ട ആദ്യത്തെ ഒരു ക്വാളിഫിക്കേഷൻ. ആത്മാർത്ഥതയും എളിമത്വം. എളിമത്വം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആധ്യാത്മിക ജീവിതത്തിലോട്ട് ചുവടുവെക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിലാണെങ്കിൽ അങ്ങനെയല്ല അല്ലെ? നമ്മളെല്ലാം അറിയാമെന്ന് നടിക്കുകയാണെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അവിടെ സക്സസ് വരും. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ എല്ലാം തിരിച്ചാണ്. നമുക്ക് എളിമത്വം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എളിമത്വമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആരുമേ അല്ല. എനിക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അത് നേടാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ശരിക്കും എല്ലാത്തിനും നമുക്ക് ആ ഒരു മൂടോടെ കാണാൻ സാധിക്കുക. അതേസമയത്ത് ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എനിക്കെല്ലാം അറിയാന്നുള്ള ആ ഒരു പ്രൈഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ കാര്യം അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല. ഞാൻ എല്ലാം അറിയാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, എന്തിനാണ് ക്ലാസ് കേൾക്കുന്നതിനുള്ള മൂടുണ്ടാവും. പക്ഷെ എളിമത്വം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതൊരു അവസ്ഥയിലും ഒരു വ്യക്തി ആര് പറയുന്നതും കേൾക്കാനുള്ള ഒരു മൂഡുണ്ടാവും. അതേസമയത്ത് അദ്ദേഹത്തിന് രണ്ടാമതാണ് പറയുന്നത് സഹിഷ്ണുത. അപ്പൊ എല്ലാത്തിനും സഹിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ആത്മീയതയോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവുന്നതാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈവൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ 2-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകത്തിൽ പറഞ്ഞില്ലേ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ പായിനോ നിത്യം താം സ്ഥിതി സക്ഷ ഭാരത. അതിലെന്താണ് പറയുന്നത്? നമുക്ക് മാത്രാ സ്പർശാസ്തു കൊണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ശരീരം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ സാധിക്കും അവിടെ എപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ ഇല്ല, ദ്വന്ദ്ങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലെ? സുഖം ദുഃഖം, ലാഭം നഷ്ടം, ജയം പരാജയം, നമുക്കറിയാം അല്ലെ? ചൂട് ഉണ്ടാവും, തണുപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് ചിലപ്പോൾ
ചിലർ നമ്മളെ പ്രകീർത്തിക്കും, ചിലവർ നമ്മളെ നിന്ദിക്കും. അപ്പൊ എല്ലാം ഉണ്ടാവും. ഭൗതിക ലോകത്തിന്റെ നേച്ചറാണ് ഈ ദ്വന്ദ്ങ്ങൾ. പക്ഷെ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് പുറത്തു വരണം. അത് മാത്ര സ്പർശാസു കൊണ്ട് ശീതോഷ്ണ സുഖദുഃഖത അഗമ പായനോ നിത്യ താം സുതീക്ഷമായത്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഒരു ഒരു സീസൺ വന്ന് പോകുന്ന പോലെ അല്ലെ, നമുക്ക് ഇപ്പൊ ഒരു ഇപ്പൊ തണുപ്പ് കാലം വരും, പിന്നെ വീണ്ടും അടുത്ത് അതിനുശേഷം ഒരു ചൂടുകാലം വരും. അപ്പൊ അങ്ങനെ കാലങ്ങൾ എങ്ങനെ മാറുന്നു അതനുസരിച്ച് ഒരു വ്യക്തി എങ്ങനെയാണോ അതിനെ അതിനനുസരിച്ച് ഒരു സങ്കുചിതമാവാതെ, അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഇതിനെ ടോളറേറ്റ് ചെയ്യുക, അതിനെ സഹിക്കാനുള്ള കാര്യമാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. അതേ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്കും പറഞ്ഞു തരുന്നത്. നമുക്ക് ഏതൊരു അവസ്ഥ വന്നാലും നമ്മൾ അതിനെ സഹിക്കുകയും എളിമത്വത്തോടെ അതിനെ സ്വീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏതൊരു അവസരത്തിലും ഭഗവാന്റെ കാരുണ്യത്തിനെ കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ നമുക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കാണുന്ന ഒരു വ്യക്തിക്കാണ് റിയലി ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മുടെ തർക്കങ്ങൾ കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ആ വ്യക്തികൾക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്താണ്? എളിമത്വമാണ് വേണ്ടത്. എളിമത്വം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മീയ ജ്ഞാനത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ എനിക്ക് ഒരുപാട് PhD ഡിഗ്രി അതൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വ്യക്തി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് ഒരു അദ്ദേഹം ലീലയിൽ പറയാറുണ്ട്, ഇപ്പൊ ഒരു ശിഷ്യൻ വന്ന സമയത്ത്, ഒരു ഇനീഷ്യലി വന്നൊരു ഭക്തൻ, അദ്ദേഹത്തിന് എല്ലാവരും പ്രഭുപാദിനെ നമസ്കരിക്കും, ഭഗവാനെ നമസ്കരിക്കും. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നമസ്കരിക്കാനേ തോന്നുന്നില്ല. അപ്പം കാരണം അദ്ദേഹത്തിന് തോന്നി, ഞാൻ എന്തിനാണ് ഒരു വ്യക്തിയുടെ മുന്നിൽ നമസ്കരിക്കണം എന്നുള്ള കാര്യം തോന്നി അദ്ദേഹത്തിന്. അതേസമയത്ത് പ്രഭുപാദ് അത് നോട്ടീസ് ചെയ്തു. അപ്പൊ പ്രഭുപാദ് അവിടെ പറഞ്ഞു, പ്രഭുപാദ് പറഞ്ഞു, ഈവൻ ഇഫ് നിനക്ക് നമസ്കരിക്കണം തോന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി നീ നമസ്കരിച്ചാൽ മാത്രമാണ് നിനക്ക് അദ്ദേഹത്തിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ നമസ്കരിക്കണം തോന്നില്ലെങ്കിലും, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്റ്റേണലി എങ്ങനെ ചെയ്താലേ നമുക്ക് ഇന്റേണലി നമുക്ക് ആ ഒരു മൂഡ് വരുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ നമസ്കരിച്ചില്ല, ഇപ്പൊ നമ്മൾ ആചാര്യന്മാരുടെ അടുത്തും അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തും നമസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മരണത്തിന് മുമ്പ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടല്ലോ, നമ്മൾ വീണ്ടും കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മരണത്തിന് മുന്നിൽ നമ്മൾ അടിയറവ് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പൊ ഭഗവാന്റെ അടുത്ത് നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണം വന്നാലും നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് അമ്പലത്തിൽ വന്നാൽ ചില വ്യക്തികൾ നമസ്കരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കാലക്രമേണ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഭഗവാന്റെ അടുത്ത് നമ്മൾ തല കുനിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളടത്ത് നമ്മൾ തല കുനിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പം ഭഗവാന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭക്തന്മാരിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരിക്കലും ഭക്തന്മാരില്ലാതെ ഭഗവാന്റെ കാരുണ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഭക്തന്മാരുടെ സംഘം വളരെ അനിവാര്യമാണ്. അപ്പൊ ഭക്തന്മാരുടെ സംഘത്തിൽ ഭഗവാനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം എത്രമാണെന്നും അത്രത്തോളം നമുക്ക് ഭഗവാനത്തിൽ കൃതജ്ഞത നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ വേണം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ തർക്കങ്ങളിലൂടെയും നമ്മുടെ ഊഹാഭോഹങ്ങളിലൂടെ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഭഗവാന്റെ കാരുണ്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിലൂടെയാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നാമജപമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന ഏറ്റവും വലിയ കാരുണ്യം. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഈ ഭഗവാന്റെ നാമജപത്തെ അപരാധമില്ലാതെ ജപിക്കുകയും അതും അതേ സമയത്ത് നമ്മൾ ഈ ഒരു ത്രിനാഥ് സുനിജേന ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ അതേ മൂടോടെ ആണ് ജപിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കാണ് നിരന്തരം ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക എന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒരു രീതിയിൽ എളുപ്പമാണ്. കാരണം എന്താണ്, നമുക്ക് അവിടെ നമ്മുടെ കഴിവ് അവിടെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യം ഒന്നുമേ ഇല്ല. നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, അതേസമയത്ത് നമ്മളെ അഹങ്കാരത്തിനെ നമ്മൾ മാറ്റിയെടുത്ത് എളിമത്വത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ടും ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുള്ള കാര്യമാണ് ഇവിടെ ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നമുക്കൊരു 1 മിനിറ്റ് സമയമുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ വേറെ ആർക്കും സംശയങ്ങളും ഇല്ല തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. അപ്പൊ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. അപ്പൊ നമുക്ക് ഇന്ന് വായിച്ച പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ പൂർണ്ണ കാരുണ്യം നമുക്ക് നേടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ നാമജപം ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കാരുണ്യത്തിന് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇതായിരിക്കണം നമ്മുടെ ഒരു പുതുവർഷം വരികയാണ്. അപ്പൊ ഈ ഒരു പുതിയ വർഷത്തിൽ എല്ലാവരും പല പല റെസൊല്യൂഷൻസ് എടുക്കില്ലേ പുതിയ വർഷത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും ശ്രമിക്കുക. ആ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം.
അതിന് എല്ലാവരും ഭഗവാനും ഭക്തന്മാരും ഗുരു ഹരേ ശീല പ്രഭുപാദ അനുഗ്രഹം തരട്ടെ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ പ്രിയ കൃഷ്ണ. പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ശ്രീ ചൈതന്യ സരനാമം കി ജയ്, ശീല പ്രഭുപാദ കി ജയ്, സമവേത ഗൗരവ കി ജയ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, കൃഷ്ണ കോൺഷ്യസ് ന്യൂ ഇയർ. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ.